ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹതമായ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ലോ ബഡ്ജറ്റിലുള്ള ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായാണ്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവ മെട്രോ സ്റ്റേഷൻ വളരെ അടുത്തായി, ആലുവ ടൗണിൽ നിന്നും ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരത്തായി ചൂണ്ടി എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഏതാണ്ട് 4 സെൻറ്റ് 100 ലിങ്സിൽ 1700ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റി കിച്ചൺ, വർക്ക് ഏരിയ ഉൾപ്പെടെ വരുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ നിന്നും തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ഹൈവേ ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 400 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മാത്രമല്ല ആലുവ രാജഗിരി ഹോസ്പിറ്റലാണെങ്കിൽ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് 4.5 കിലോമീറ്റർ ദൂരവും, പെരുമ്പാവൂർ ടൗണിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, ലുലു മാളിലേക്ക് എടപ്പള്ളിയിലുള്ള ലുലു മാളിലേക്ക് ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരവും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ ദൂരവും, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 13 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് വെൽ വാട്ടറാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 സൈഡും റോഡ് വരുന്ന ഒരു കോർണർ പ്ലോട്ടിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഉടമ സ്വന്തം താമസത്തിന് വേണ്ടി നിർമ്മിച്ച ഈ വീട് ഏതാണ്ട് 1 വർഷം മാത്രം പഴക്കമാണ് വരുന്നുള്ളൂ. ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് വേണ്ടി കാർ പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകിയാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ചെറിയ രീതിയിലെല്ലാം അടുക്കള തോട്ടങ്ങൾ നിർമ്മിക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. നമ്മുടെ കിണറാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല വലിപ്പത്തിലുള്ള കിണറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഈ കിണർ വെള്ളമാണെങ്കിൽ ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. ഡോറ് ഫേസ് ചെയ്തിരിക്കുന്നത് വടക്ക് ദിക്കിലേക്കും. മെയിൻ ഡോറ് 2 പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഒരു TV യൂണിറ്റ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. വാളുകളിൽ നല്ല വലിപ്പത്തിലുള്ള വിൻഡോകളെല്ലാം നൽകി, പർഗോളകളും വിൻഡോകൾ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിലേക്ക് കടന്നാൽ ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്പേസിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം നൽകിയിരിക്കുന്നത്. സീലിംഗ് ഫാൻ ഇവിടെയും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ സ്റ്റെയർകേസിൻ്റെ ഒരു സൈഡ് വശത്തായി ഇവിടുത്തെ ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ, കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. മനോഹരമായൊരു വാഷ് ഏരിയ ആണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും നെക്സ്റ്റ് എൻട്രി വരുന്നത് കിച്ചണാണ് കേട്ടോ. നല്ല സ്പേഷ്യസായി കിച്ചൺ, ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ കിച്ചണിൽ ചെയ്തിരിക്കുന്നു. ഒരു വുഡൻ തീമിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റും ലോവർ ക്യാബിനറ്റും ഒരേ തീമിലാണ്, ഒരു വുഡൻ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഒരു വർക്ക് ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്ന ഇവിടുത്തെ ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വലിയൊരു വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെറിയ സിമ്പിളായി തന്നെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. മാറ്റ് പാറ്റേണിലാണ് ഫ്ലോർ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ടൈലുകളും ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി സ്റ്റെയിൻലെസ്സുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല വിശാലമേറിയ 2 ബെഡ്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. മനോഹരമായ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ സിമ്പിളായി തന്നെ ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 10-12-13 എന്ന അളവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാർഡ്രോബ് സൗകര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഡ്രസ്സിങ് ഏരിയ അവൈലബിൾ ആണ്. ബാത്റൂമും നല്ല സ്പേഷ്യസ് ബാത്റൂമും പ്രൊവൈഡ് ചെയ്യുന്നു.
ഇതിന് പുറമെ ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. യൂട്ടിലിറ്റി സ്പേസ് ഷീറ്റ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഒരു ബാൽക്കണിയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കും മുമ്പ് ഇതിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ, ഉടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ച ഈ വീടിൻ്റെ വില വരുന്നത് 60 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളിലെ ലോൺ സൗകര്യം നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനിക്കുമ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് ആരെങ്കിലും ഇതുപോലെയുള്ള വീടുകൾ ആലുവ സൈഡിൽ, ആലുവ രാജഗിരി ഭാഗത്ത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ബസ് റൂട്ടിന് വളരെ അടുത്തായി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീട് ഉപകാരപ്രദമാകും. മാത്രമല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ റെൻറ്റ് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഹോസ്പിറ്റൽ എല്ലായിടത്തും ഉള്ളതുകൊണ്ട്, രാജഗിരി ഹോസ്പിറ്റലെല്ലാം വളരെ അടുത്തുള്ളതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ റെൻറ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.